1 ദിനവൃത്താന്തം 5-ാം അധ്യായം. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ, എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യെ അശുദ്ധമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളതുമല്ല. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. ഇസ്രായേലിലെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനൂക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. യോവേലിന്റെ പുത്രന്മാർ അവന്റെ മകൻ ശമയ്യാവ്, അവന്റെ മകൻ ഗോഗ്, അവന്റെ മകൻ ഷിമി, അവന്റെ മകൻ മീഖ, അവന്റെ മകൻ രയായാവ്, അവന്റെ മകൻ ബാൽ, അവന്റെ മകൻ ബയേര. അവരെ അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ ബദ്ധനാക്കി കൊണ്ടുപോയി. അവൻ രൂബേന്യരിൽ പ്രഭുവായിരുന്നു. അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവന്റെ സഹോദരന്മാർ ആരെന്നാൽ, തലവനായ യയിയേൽ, സഖരിയാവ്, അരോവേരിൻ, നെബോവും ബാൽമെയോനും വരെ പാർത്ത ബേല. അവൻ യോവേലിന്റെ മകനായ ഷേമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു. അവരുടെ കന്നുകാലികൾ ഗിലെയാദ് ദേശത്ത് പെരുകിയിരുന്നത് കൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൗലിന്റെ കാലത്ത് അവർ ഹഗ്രിയരോട് യുദ്ധം ചെയ്തു. അവർ അവരുടെ കയ്യാൽ പട്ടുപോയ ശേഷം അവർ ഗിലെയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരമടിച്ചു പാർത്തു. ഗാദിന്റെ പുത്രന്മാർ അവർക്ക് എതിരെ ബാഷാൻ ദേശത്ത് സൽക്ക വരെ പാർത്തു. തലവനായ യോവേൽ, രണ്ടാമനായ ഷാഫാം, ബാഷാനിലെ ഷാഫാത്ത് അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ. മീഖായേൽ, മെഷുലൂം, ഷേബ, യോരായി, യക്കാൻ, സിയ, ഏബർ, ഇങ്ങനെ 7 പേർ. ഇവർ ഹൂരിയുടെ മകനായ അബീഹയേലിന്റെ പുത്രന്മാരായിരുന്നു. ഹൂരി യാരോഹിയുടെ മകൻ, അവൻ ഗിലെയാദിന്റെ മകൻ, അവൻ മീഖായേലിന്റെ മകൻ, അവൻ യശീഷിയുടെ മകൻ, അവൻ യഹദോദിന്റെ മകൻ, അവൻ ബൂസിന്റെ മകൻ, ഗൂനിയുടെ മകനായ അബ്നിയേലിന്റെ മകനായ അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലെ ബാഷാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പറങ്ങളിലും പാർത്തു. ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോദാമിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യെരോബെയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു. റൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയം എടുപ്പാൻ വില്ലുകുലച്ച് എയ്വാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ പടച്ചേവർ 44,760 പേരുണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യദൂർ, നാഹീഷ്, നോബാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കുകയാൽ ഹഗ്രിയരും കൂടെയുള്ള എല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. അവൻ 50,000 ഒട്ടകം, 2,50,000 ആട്, 2,000 കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 1,00,000 ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. മനശ്ശെയുടെ പാതി ഗോത്രക്കാർ ദേശത്ത് പാർത്തു. ബാഷാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവുമായി പെരുകിപ്പരന്നു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാർ ഇവിത്: ഏഫർ, ഇഷി, ഏലിയേൽ, അസ്രിയേൽ, ഇരമ്യാവ്, ഹോദവ്യാവ്, യഹദിയേൽ. ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസ്യമായി നടന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അശൂർ രാജാവായ പൂലിന്റെയും അശൂർ രാജാവായ തിഗ്ലത്ത് പിൽനേസറിന്റെയും മനസ്സുണർത്തി. അവൻ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതി ഗോത്രത്തെയും പിടിച്ച് ഹലയിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഹോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം. ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ, കേഹാത്ത്, മെരാരി. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിന്റെ മക്കൾ അഹരോൻ, മോശ, നിരിയ. അഹരോന്റെ പുത്രന്മാർ നാദാവ്, അബീഹു, എലയാസാർ, ഈഥാമാർ. എലയാസർ ഫിനെഹാസിനെ ജനിപ്പിച്ചു. ഫിനെഹാസ് അബീഷൂവയെ ജനിപ്പിച്ചു. അബീഷൂവ ബുക്കിയെ ജനിപ്പിച്ചു. ബുക്കി ഉസ്സിയെ ജനിപ്പിച്ചു. ഉസ്സി
സേരഹ്യാവ് ജനിപ്പിച്ചു. സെരഹ്യാവ് മെരോയോത്തിനെ ജനിപ്പിച്ചു. മെരായോത്ത് അമര്യാവെ ജനിപ്പിച്ചു. അമര്യാവ് അഹീതൂബിനെ ജനിപ്പിച്ചു. അഹീതൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് അഹീമാസിനെ ജനിപ്പിച്ചു. അഹീമാസ് അസര്യാവെ ജനിപ്പിച്ചു. അസര്യാവ് യോഹന്നാനെ ജനിപ്പിച്ചു. യോഹന്നാൻ അസര്യാവെ ജനിപ്പിച്ചു. ഇവനാകുന്നു ശലോമോൻ യെരൂശലേമിൽ പണിത ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത്. അസര്യാവ് അമര്യാവെ ജനിപ്പിച്ചു. അമര്യാവ് അഹീതൂബിനെ ജനിപ്പിച്ചു. അഹീതൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ശല്ലൂമിനെ ജനിപ്പിച്ചു. ശല്ലൂം ഹിൽക്കിയാവെ ജനിപ്പിച്ചു. ഹിൽക്കിയാവ് അസര്യാവെ ജനിപ്പിച്ചു. അസര്യാവ് സെരായാവെ ജനിപ്പിച്ചു. സെരായാവ് യഹോസാദാക്കിനെ ജനിപ്പിച്ചു. യഹോവ നെബൂഖദ്നേസർ മുഖാന്തരം യഹൂദയും യെരൂശലേമിലെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസദാക്കും പോകേണ്ടി വന്നു. ലേവിയുടെ പുത്രന്മാർ ഗേർഷോം, ഗെഹാത്ത്, മെരാരി. ഗർഷോമിന്റെ പുത്രന്മാരുടെ പേരുകളാവിത്: ലിബ്നി, ഷിമെയി. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. മെരാരിയുടെ പുത്രന്മാർ മഹ്ളി, മൂഷി. ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവർ തന്നെ. ഗേർഷോമിന്റെ മകൻ ലിബ്നി, അവന്റെ മകൻ യഹത്ത്, അവന്റെ മകൻ സിമ്മ, അവന്റെ മകൻ യോവാഹ്, അവന്റെ മകൻ ഇദ്ദോ, അവന്റെ മകൻ സേരഹ്, അവന്റെ മകൻ യയത്രാദി. കെഹാത്തിന്റെ പുത്രന്മാർ: അവന്റെ മകൻ അമീനാദാവ്, അവന്റെ മകൻ കോരഹ്, അവന്റെ മകൻ അസീർ, അവന്റെ മകൻ എൽക്കാന, അവന്റെ മകൻ എബ്യാസാഫ്, അവന്റെ മകൻ അസീർ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ ഊരിയേൽ, അവന്റെ മകൻ ഉസിയാവ്, അവന്റെ മകൻ ഷൗൽ. എൽക്കാനയുടെ പുത്രന്മാർ: അവന്റെ മകൻ അമാസായി, അവന്റെ മകൻ അഹീമോത്ത്. എൽക്കാനയുടെ പുത്രന്മാർ: അവന്റെ മകൻ സോഫായി, അവന്റെ മകൻ നഹത്ത്, അവന്റെ മകൻ എലിയാബ്, അവന്റെ മകൻ യെരോഹോം, അവന്റെ മകൻ എൽക്കാന. ശമൂവേലിന്റെ പുത്രന്മാർ: ആദ്യജാതൻ യോവേൽ, രണ്ടാമൻ അബിയാവ്. മെരാരിയുടെ പുത്രന്മാർ: മഹ്ളി, അവന്റെ മകൻ ലിബ്നി, അവന്റെ മകൻ ഷിമി, അവന്റെ മകൻ ഉസ്സ, അവന്റെ മകൻ ഷെമയ, അവന്റെ മകൻ ഹഗിയാവ്, അവന്റെ മകൻ അസായാവ്. പെട്ടകത്തിന് വിശ്രമമായ ശേഷം ദാവീദ് യഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു. അവർ ശലോമോൻ യെരൂശലേമിൽ യഹോവയുടെ ആലയം പണിതതുവരെ ദൈവനിവാസമായ സമാഗമന കൂടാരത്തിനു മുമ്പിൽ സംഗീത ശുശ്രൂഷ ചെയ്തു. അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു. തങ്ങളുടെ പുത്രന്മാരോട് കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ: കെഹാത്യരുടെ പുത്രന്മാരിൽ സംഗീതക്കാരായ ഹേമാൻ, അവൻ യോവേലിന്റെ മകൻ, അവൻ ശമൂവേലിന്റെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ യെരോഹാമിന്റെ മകൻ, അവൻ എലിയേവിന്റെ മകൻ, അവൻ തോക്കിയുടെ മകൻ, അവൻ സൂഫിന്റെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ മഹത്തിന്റെ മകൻ, അവൻ അമാസായിയുടെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ യോവേലിന്റെ മകൻ, അവൻ അസര്യാവിന്റെ മകൻ, അവൻ സഫന്യാവിന്റെ മകൻ, അവൻ തഹത്തിന്റെ മകൻ, അവൻ അസീരിന്റെ മകൻ, അവൻ എദ്യാഫാസിന്റെ മകൻ, അവൻ കോരഹിന്റെ മകൻ, അവൻ ഇസ്ഹാരിന്റെ മകൻ, അവൻ കെഹാത്തിന്റെ മകൻ, അവൻ ലേവിയുടെ മകൻ, അവൻ ഇസ്രയേലിന്റെ മകൻ. അവന്റെ വലതുഭാഗത്ത് നിന്ന അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫ് ബേരഖ്യാവിന്റെ മകൻ, അവൻ ഷിമെയിയുടെ മകൻ, അവൻ മീഖായേലിന്റെ മകൻ, അവൻ ബയഷയാവിന്റെ മകൻ, അവൻ മൽക്കിയുടെ മകൻ, അവൻ എത്നിയുടെ മകൻ, അവൻ സേരഹിന്റെ മകൻ, അവൻ അദായാവിന്റെ മകൻ, അവൻ ഏദാവിന്റെ മകൻ, അവൻ സിമ്മിയുടെ മകൻ, അവൻ ഷിമയുടെ മകൻ, അവൻ യഹത്തിന്റെ മകൻ, അവൻ ഗേർഷോമിന്റെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടത്തുനിന്നു: കീഷിയുടെ മകൻ ഏദാൻ, അവൻ അപ്നിയുടെ മകൻ, അവൻ മല്ലൂക്കിന്റെ മകൻ, അവൻ ഹഷബ്യാവിന്റെ മകൻ, അവൻ അമസ്യാവിന്റെ മകൻ, അവൻ ഹിൽക്കിയാവിന്റെ മകൻ, അവൻ അംസിയുടെ മകൻ, അവൻ ബാനിയുടെ മകൻ, അവൻ ഷാമീരിന്റെ മകൻ, അവൻ മഹ്ളിയുടെ മകൻ, അവൻ മൂഷിയുടെ മകൻ, അവൻ മെരാരിയുടെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദൈവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ അഹ്റോനും അവന്റെ പുത്രന്മാരും ഹോമയാഗ പീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു. അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ദാസനായ മോശെ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രായേലിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു. അഹ്റോന്റെ പുത്രന്മാരാവിത്: അവന്റെ മകൻ എലയാസാർ, അവന്റെ മകൻ ഫീനെഹാസ്, അവന്റെ മകൻ അബീഷുവ, അവന്റെ മകൻ ബുക്കി, അവന്റെ മകൻ ഉസ്സി, അവന്റെ മകൻ സെരഹ്യാവ്, അവന്റെ മകൻ മെരായോത്ത്, അവന്റെ മകൻ അമര്യാവ്, അവന്റെ മകൻ അഹീതൂബ്, അവന്റെ മകൻ സാദോക്ക്, അവന്റെ മകൻ അഹീമാസ്. അവരുടെ ദേശത്തിൽ ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ: കെഹാത്യരുടെ കുലമായ
അഹരോന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ട് വീണത്. അവർക്ക് യഹൂദ ദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിന്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലേബിന് കൊടുത്തു. അഹരോന്റെ മക്കൾക്ക് അവർ സങ്കേത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും, യദ്ദീരും എസ്തമോവിയും അവയുടെ പുൽപ്പുറങ്ങളും, ഹീലേനും പുൽപ്പുറങ്ങളും, ദെബീരും പുൽപ്പുറങ്ങളും, ആശാനും പുൽപ്പുറങ്ങളും, ബേത്ത്ഷേമരും പുൽപ്പുറങ്ങളും, ബെന്യാമീൻ ഗോത്രത്തിൽ ഷേബയും പുൽപ്പുറങ്ങളും, അല്ലേമീത്തും പുൽപ്പുറങ്ങളും, അനാദോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു. കുലംകുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ 13. കെഹാത്തിന്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് 10 പട്ടണം കൊടുത്തു. ഗേർഷോമിന്റെ മക്കൾക്ക് കുലംകുലമായി ഇസ്സാഖാർ ഗോത്രത്തിലും അഷേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശ്ശെ ഗോത്രത്തിലും 13 പട്ടണം കൊടുത്തു. മെരാരിയുടെ മക്കൾക്ക് കുലംകുലമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബുലൂൻ ഗോത്രത്തിലും ചീട്ടിട്ട് 12 പട്ടണം കൊടുത്തു. ഇസ്രയേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമിയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ട് കൊടുത്തു. കെഹാത്ത് മക്കളുടെ ചില കുലങ്ങളോ എഫ്രൈം ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങളിൽ ഉണ്ടായിരുന്നു. അവർക്ക് സങ്കേത നഗരങ്ങളായ എഫ്രൈം മലനാട്ടിലെ ഷേഖമും പുൽപ്പുറങ്ങളും, ഗേസരും പുൽപ്പുറങ്ങളും, യൊക്മെയാമും പുൽപ്പുറങ്ങളും, ബേത്ത് ഹോരോനും പുൽപ്പുറങ്ങളും, അയ്യലോനും പുൽപ്പുറങ്ങളും, ഗത്ത് റിമോയും പുൽപ്പുറങ്ങളും, മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ അനേരും പുൽപ്പുറങ്ങളും, ബിലയാമും പുൽപ്പുറങ്ങളും കെഹാത്യരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു. ഗെർഷോമിന്റെ പുത്രന്മാർ മനശ്ശെയുടെ പാതി ഗോത്രത്തിന്റെ കുലത്തിൽ ബാഷാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും, അസ്തരോത്തും പുൽപ്പുറങ്ങളും, ഇസാക്കാർ ഗോത്രത്തിൽ ഖേദേശും പുൽപ്പുറങ്ങളും, ദാബിരത്തും പുൽപ്പുറങ്ങളും, രാമൂത്തും പുൽപ്പുറങ്ങളും, ആനേമും പുൽപ്പുറങ്ങളും, ആശേർ ഗോത്രത്തിൽ മാഷാലും പുൽപ്പുറങ്ങളും, അബ്ദോനും പുൽപ്പുറങ്ങളും, ഹുക്കോക്കും പുൽപ്പുറങ്ങളും, രഹോബും പുൽപ്പുറങ്ങളും, നഫ്താലി ഗോത്രങ്ങളിൽ ഗലീലയിലെ ഖേദേശും പുൽപ്പുറങ്ങളും, ഗമ്മോനും പുൽപ്പുറങ്ങളും, കിര്യഥയീമും പുൽപ്പുറങ്ങളും കൊടുത്തു. മെരാരി പുത്രന്മാരിൽ ശേഷമുള്ളവർക്ക് സെബുലൂൻ ഗോത്രത്തിൽ റിമ്മോനോവും പുൽപ്പുറങ്ങളും, താബോരും പുൽപ്പുറങ്ങളും, യെരിഹോവിന് സമീപത്ത് യോർദാൻ അരികെ യോർദാന് കിഴക്ക് രൂബേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും, യഹസയും പുൽപ്പുറങ്ങളും, കേദേമൂത്തും പുൽപ്പുറങ്ങളും, മെഫാത്തും പുൽപ്പുറങ്ങളും, ഗാദ് ഗോത്രത്തിൽ ഗിലെയാദിലെ രാമൂത്തും പുൽപ്പുറങ്ങളും, മഹനീമും പുൽപ്പുറങ്ങളും, ഗഷ്ബോനും പുൽപ്പുറങ്ങളും, യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു. യെഹെസ്കേലിന്റെ പുസ്തകം 31 അധ്യായം. 11 ആണ്ട് 3 മാസം 1 തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത്, നീ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? അശൂർ ലെബനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടെ ഒരു ദേവദാരുവായിരുന്നുവല്ലോ. അതിൻ്റെ തുഞ്ചം മേഘങ്ങളോളം എത്തിയിരുന്നു. വെള്ളം അതിനെ വളർത്തി ആഴി അതിനെ ഉയരുമാറാക്കി. അതിൻ്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുകി. അത് തൻ്റെ ഒഴുക്കുകളെ വയലിലെ സകല വൃക്ഷങ്ങളുടെയും അടുക്കലേക്ക് അയച്ചു കൊടുത്തു. അതുകൊണ്ട് അത് വളർന്ന് വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി. അത് വെള്ളത്തിൻ്റെ പെരുപ്പം കൊണ്ട് പടർന്ന് തൻ്റെ കൊമ്പുകളെ പെരുക്കി ചില്ലികളെ നീക്കി. അതിൻ്റെ ചില്ലികളിൽ ആകാശത്തിലെ പറവുകളൊക്കെയും കൂടുണ്ടാക്കി. അതിൻ്റെ കൊമ്പുകളുടെ കീഴെ കാട്ടുമൃഗങ്ങളൊക്കെയും പെറ്റുകിടന്നു. അതിൻ്റെ തണലിൽ വലിയ ജാതികളൊക്കെയും പാർത്തു. ഇങ്ങനെ അതിൻ്റെ വേർ വളരെ വെള്ളത്തിനരികെ ആയിരുന്നതുകൊണ്ട് അത് വലുതായി കൊമ്പുകളെ നീട്ടി ശോഭിച്ചിരുന്നു. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുക്കൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല. സരള വൃക്ഷങ്ങൾ അതിൻ്റെ കൊമ്പുകളോട് തുല്യമായിരുന്നില്ല. അരിഞ്ഞൽ വൃക്ഷങ്ങൾ അതിൻ്റെ ചില്ലികളോട് ഒത്തിരുന്നില്ല. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് സമമായിരുന്നില്ല. കൊമ്പുകളുടെ പെരുപ്പം കൊണ്ട് ഞാൻ അതിന് ഭംഗി വരുത്തിയതിനാൽ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലെ സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി. അതിൻ്റെ ഹൃദയം തൻ്റെ വളർച്ചയെങ്കിൽ ഗർവിച്ചു പോയതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനോട് ഇടപെടും. അതിൻ്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടി തള്ളിയിട്ടു. അതിൻ്റെ കൊമ്പുകൾ മലകളിലും എല്ലാ താഴ്വരകളിലും വീണു. അതിൻ്റെ ശാഖകൾ ദേശത്തിലെ എല്ലാ തോടുകളുടെയും അരികത്ത് ഒടിഞ്ഞു കിടക്കുന്നു. ഭൂമിയിലെ സകല ജാതികളും അതിൻ്റെ തണൽ വിട്ടിറങ്ങി അതിനെ ഉപേക്ഷിച്ചു പോയി. വീണു കിടക്കുന്ന അതിൻ്റെ തടിമേൽ ആകാശത്തിലെ പറവയൊക്കെയും പാർത്തു. അതിൻ്റെ കൊമ്പുകളുടെ ഇടയിലേക്ക് കാട്ടുമൃഗങ്ങളൊക്കെയും വരും.
വെള്ളത്തിനരികെയുള്ള സകല വൃക്ഷങ്ങളും ഉയരം ഹേതുവായി ഗർവിക്കുകയോ തുഞ്ചം മേഘങ്ങളോളം നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയെങ്കിൽ നിഗളിച്ചു നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ അവരൊക്കെ ഈ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഭൂമിയിൽ അതോ ഭാഗത്ത് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടിനിൽപ്പാൻ തക്കവണ്ണം അതിൻ്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലെബാനോനെ കറുപ്പുടുപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചുപോയി. അതിൻ്റെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ ഞാൻ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിൻ്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളുടെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായ വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അവയും അതിനോടുകൂടെ വാളാൽ നിഹതന്മാരായവരുടെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയി. അതിൻ്റെ തുണയായി അതിൻ്റെ നിഴലിൽ ജാതികളുടെ മധ്യേ പാർത്തവർ തന്നെ. അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു എന്ന് നീ ഏദനിലെ വൃക്ഷങ്ങളോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. വാളാൽ നിഹതന്മാരായവരോട് കൂടെ നീ അഗ്രചർമ്മങ്ങളുടെ ഇടയിൽ കിടക്കും. ഇത് ഫറവോനും അവൻ്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യെഹെസ്കേലിന്റെ പുസ്തകം 32-ാം അധ്യായം. 12-ാം ആണ്ട് 12-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീം രാജാവായ ഫറവോനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്: ജാതികളിൽ ബാലസിംഹമായുള്ളവേ, നീ നശിച്ചിരിക്കുന്നു. നീ കടലിലെ നക്രം പോലെ ആയിരുന്നു. നീ നദികളിൽ ചാടി കാൽ കൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അനേകം ജാതികളുടെ കൂട്ടത്തെ കൊണ്ട് നിന്റെ മേൽ എൻ്റെ വലയെ വീക്ഷിക്കും. അവർ എൻ്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും. ഞാൻ നിന്നെ കരയ്ക്ക് വലിച്ചിടും. നിന്നെ വെളിമ്പ്രദേശത്ത് എറിഞ്ഞുകളയും. ആകാശത്തിലെ പറവയൊക്കെയും നിന്റെ മേൽ ഇരിക്കുമാറാക്കി സർവ്വഭൂമിയെയും മൃഗങ്ങൾക്ക് നിന്നെ ഇരയാക്കി തൃപ്തി വരുത്തും. ഞാൻ നിന്റെ മാംസത്തെ പർവ്വതങ്ങളിൽ മേൽ കൂട്ടി നിന്റെ പിണം കൊണ്ട് താഴ്വരകളെ നിറയ്ക്കും. ഞാൻ നിന്റെ ചെളിനിലത്തെ മലകളോളം നിന്റെ രക്തം കൊണ്ട് നനയ്ക്കും. നീർച്ചാലുകൾ നിന്നാൽ നിറയും. നിന്നെ കെടുത്തുകളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പിക്കും. ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും. ചന്ദ്രൻ പ്രകാശം നൽകുകയും ഇല്ല. ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിസുകളെയൊക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പിടിപ്പിക്കുകയും നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യും എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിന്റെ നാശം ജാതികളുടെ ഇടയിലും നീ അറിയാത്ത ദേശങ്ങളോളം പ്രസിദ്ധമാകുമ്പോൾ ഞാൻ അനേകം ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും. ഞാൻ അനേകം ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിക്കുമാറാക്കും. അവരുടെ രാജാക്കന്മാർ കാണെ ഞാൻ എൻ്റെ വാൾ വീശുമ്പോൾ അവർ നിന്റെ നിമിത്തം അത്യന്തം പേടിച്ചു പോകും. നിന്റെ വീഴ്ചയുടെ നാളിൽ അവർ ഓരോരുത്തരും താൻ്റെ പ്രാണനെ ഓർത്ത് മാത്രത്തോറും വിറയ്ക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽ രാജാവിൻ്റെ വാൾ നിന്റെ നേരെ വരും. വീരന്മാരുടെ വാൾ കൊണ്ടും ഞാൻ നിന്റെ പുരുഷാരത്തെ വീഴുമാറാക്കും. അവരെല്ലാവരും ജാതികളിൽ വെച്ച് ഉഗ്രന്മാർ. അവർ മിസ്രയീമിന്റെ പ്രതാപത്തെ ശൂന്യമാക്കും. അതിലെ പുരുഷാരമൊക്കെയും നശിച്ചു പോകും. വളരെ വെള്ളത്തിനരികെ നിന്ന് ഞാൻ അതിലെ സകല മൃഗങ്ങളെയും നശിപ്പിക്കും. ഇനിമേൽ മനുഷ്യന്റെ കാൽ അതിനെ കലക്കുകയില്ല, മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല. ആ കാലത്ത് ഞാൻ അവരുടെ വെള്ളം തെളിയിക്കുമാറാക്കി അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുക്കുമാറാക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ മിസ്രയീം ദേശത്തെ പാഴാക്കി ദേശം ശൂന്യമാക്കി അതിലുള്ളതൊക്കെയും ഇല്ലാതാക്കുമ്പോൾ ഞാൻ അതിനെ നിവാസികളെയൊക്കെയും നശിപ്പിക്കുമ്പോഴും ഞാൻ യഹോവയെന്ന് അവർ അറിയും. അവർ അതിനെക്കുറിച്ച് വിലപിക്കുന്ന വിലാപം ഇതത്രേ: ജാതികളുടെ പുത്രിമാർ ഇത് ചൊല്ലി വിലപിക്കും. അവർ മിസ്രയീമിനെക്കുറിച്ചും അതിലെ സകല പുരുഷന്മാരെക്കുറിച്ചും ഇത് ചൊല്ലി വിലപിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. 12-ാം ആണ്ട് ആ മാസം 15-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ മിസ്രയീമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെയും ശ്രുതിപ്പെട്ട ജാതികളെയും പുത്രിമാരെയും കുഴിയിലിറങ്ങുന്നവരോട് കൂടെ ഭൂമിയുടെ അധോഭാഗത്ത് തള്ളിയിടുക. സൗന്ദര്യത്തിൽ നീ ആരേക്കാൾ വിശേഷപ്പെട്ടിരിക്കും. നീ ഇറങ്ങിച്ചെന്ന് അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കുക. വാളാൽ നിഹതന്മാരുടെ നടുവിൽ അവർ വീഴും. വാൾ നിയമിക്കപ്പെട്ടിരുന്നു. അതിനെയും അതിന്റെ സകല പുരുഷാരത്തെയും വലിച്ചു കൊണ്ടുപോകുവിൻ. വീരന്മാരിൽ ബലവാന്മാരായവർ അവന്റെ സഹായക്കാരോട് കൂടെ പാതാളത്തിന്റെ നടുവിൽ നിന്ന് അവനോട് സംസാരിക്കും. അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരായവർ ഇറങ്ങിച്ചെന്ന് അവിടെ കിടക്കുന്നു. അവിടെ അശൂരും
അതിൻ്റെ സർവ്വസമൂഹവുമുണ്ട്. അവൻ്റെ ശവക്കുഴികളും അവൻ്റെ ചുറ്റും കിടക്കുന്നു. അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണവർ തന്നെ. അവരുടെ ശവക്കുഴികൾ പാതാളത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നു. അതിൻ്റെ സമൂഹം അതിൻ്റെ ശവക്കുഴിയുടെ ചുറ്റും ഇരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയ അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണിരിക്കുന്നു. അവിടെ ഏലാമും അതിൻ്റെ ശവക്കുഴികളും ചുറ്റും അതിൻ്റെ സകല പുരുഷാരവുമുണ്ട്. അവരെല്ലാവരും വാളാൽ നിഹതന്മാരായി വീണ് അഗ്രചർമ്മികളായി ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോയിരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് അവർ നീതി പരത്തി, എങ്കിലും കുഴിയിലിറങ്ങുന്നവരോടുകൂടെ അവർ ലജ്ജ വഹിക്കുന്നു. നിഹിതന്മാരുടെ മധ്യേ അവർ അതിനും അതിൻ്റെ സകല പുരുഷാരത്തിനും ഒരു കിടക്ക വിരിച്ചിരിക്കുന്നു. അതിൻ്റെ ശവക്കുഴികൾ അതിൻ്റെ ചുറ്റും ഇരിക്കുന്നു. അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരാകുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് അവർ ഭീതി പരത്തിയിരിക്കിയാൽ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ ലജ്ജ വഹിക്കുന്നു. നിഹിതന്മാരുടെ മധ്യേ അത് കിടക്കുന്നു. അവിടെ മേശയ്ക്കും തൂബലും അതിൻ്റെ പുരുഷാരവുമുണ്ട്. അതിൻ്റെ ശവക്കുഴികൾ അതിന് ചുറ്റുമിരിക്കുന്നു. അവർ ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തിയിരിക്കിയാൽ അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായിരിക്കുന്നു. അവർ ജീവനുള്ളവരുടെ ദേശത്ത് വീരന്മാർക്ക് ഭീതി ആയിരുന്നതുകൊണ്ട് തങ്ങളുടെ അകൃത്യങ്ങളെ അസ്ഥികളിന്മേൽ ചുമന്നും തങ്ങളുടെ വാളുകളെ തലയ്ക്ക് കീഴെ വെച്ചും കൊണ്ട് അഗ്രചർമ്മികളിൽ പട്ടുപോയ വീരന്മാരായി പടക്കോപ്പുകൂടെ പാതാളത്തിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടതല്ലയോ? നീയോ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ തകർന്നു പോകുകയും വാളാൽ നിഹതന്മാരായവരോടുകൂടെ കിടക്കുകയും ചെയ്യും. അവിടെ ഏദോമും അതിൻ്റെ രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരുമുണ്ട്. അവർ തങ്ങളുടെ വല്ലഭത്വത്തിന്റെ വാളാൽ നിഹതന്മാരായവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വന്നു. അവർ അഗ്രചർമ്മികളോടും കുഴിയിൽ ഇറങ്ങുന്നവരോടും കൂടെ കിടക്കുന്നു. അവിടെ വടക്കേ പ്രഭുക്കന്മാരെല്ലാവരും നിഹതന്മാരോടുകൂടെ ഇറങ്ങിപ്പോയ സകല സീധോന്യരുമുണ്ട്. അവർ തങ്ങളുടെ വല്ലഭത്വത്താൽ പരത്തിയ ഭീതി നിമിത്തം ലജ്ജിക്കുന്നു. അവർ അഗ്രചർമ്മികളായി വാളാൽ നിഹതന്മാരായവരോട് കൂടെ കിടക്കുകയും കുഴിയിലിറങ്ങിയവരോടുകൂടെ ലജ്ജ വഹിക്കുകയും ചെയ്യുന്നു. അവരെ ഫറവോൻ കണ്ടു. അവൻ തൻ്റെ പുരുഷാരത്തെയും കുറിച്ച് ആശ്വസിക്കും. ഫറവോനും അവൻ്റെ സകല സൈന്യവും വാളാൽ നിഹതന്മാരായിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാനല്ലോ അവൻ്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്ത് പരത്തിയത്. ഫറവോനും അവൻ്റെ പുരുഷാരമൊക്കെയും വാളാൽ നിഹതന്മാരായവരോടുകൂടെ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്.